ഫസ്റ്റ് മൂവി ഓം ശാന്തി ഓഷാന, അതൊരു എന്താ പറയുക ഒരു ഗ്രേറ്റ് സക്സസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ എന്റെ ഫസ്റ്റ് ഒരു അത് നസ്രിയ നിവിൻ അവരൊക്കെ വെച്ചിട്ടുള്ള ഒരു കുറച്ച് പോർഷൻ ആണെങ്കിൽ പോലും അതൊരു എൻട്രി തന്നെ. ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടാം. മന്ദാരമേ ചൊല്ല ചിന്താമണി അത് പാട്ടെനിക്കറിയില്ല. അപ്പൊ ആ പാട്ടുണ്ടാക്കിയ ഒരു ഓളം ഭയങ്കര ഒരു ഇതായിരുന്നു. അതൊരു അടിപൊളിയായിട്ട് അതെന്റെ ഫസ്റ്റ് ഒരു എൻട്രി ആയിരുന്നു. ആ എൻട്രി ഒരു ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു കാര്യം. അതും ഇതിന്റെ കൂടെ തന്നെ ഫസ്റ്റ്. ശരിക്കും മാസ്റ്ററിന്റെ ഓരോ വാക്കുകളിലും വന്ന വഴി മറന്നിട്ടില്ല കേട്ടോ. അതാണ് വിജയം ഞാൻ കാണുന്നത് കേട്ടോ. അങ്ങനെ മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ പാട്ട് ചെയ്യുമ്പോഴിപ്പം അജിൻ ചോദിച്ചപ്പോ ജൂഡ് ആന്റണി ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണല്ലോ. അന്ന് രാത്രിയിൽ എന്നെ ഫസ്റ്റ് ഇതേ ഒരു പാട്ട് ചെയ്യാൻ കൊറിയോ ചെയ്യാൻ വരുന്നു. മിഥുനാണ് എന്റെ എഴുത്ത്. അങ്ങനെ എന്നെ രാത്രി വിളിപ്പിച്ചു ജൂഡായിട്ടും വിളിപ്പിച്ചു. നീ അടുത്ത പാട്ട് ഇതാണ്. വരിയൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തരുന്ന സമയത്ത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ കലാമാസ്റ്ററത്തൊക്കെ വൃന്ദ മാസ്റ്ററത്തൊക്കെ പോയി കുറച്ച് പരിപാടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചെല്ലാം ചെയ്യാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെയൊന്നും പറ്റില്ല, ചെയ്താതൊന്നും എനിക്ക് പറ്റില്ല, ഇയാൾ കാണിക്കും എന്നാണ്. നാളെ ഷൂട്ടിങ് രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്. അപ്പൊ ഞാൻ വേഗം ഇങ്ങനെ മന്ദാരം എന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇതെന്ത് കൂപ്പിലെ ഡാൻസ് അത് ജൂഡേട്ടൻ. അപ്പൊ ഞാൻ തളർന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പറഞ്ഞു ഇത് എവിടുത്തെ ഇതാണോ ഇതിന്റെ. അപ്പം അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇതിന്റെ ഒരു വേറെ ടൈപ്പ്. ഇയാൾ കാണിക്കും അടുത്ത എന്താ കാണിക്കും. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പം എന്റെ സ്വഭാവം എന്താണെന്നായിരുന്നു. അദ്ദേഹം ഇറങ്ങി പോയി.